ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാണ് ആ കോൺസെപ്റ്റ് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ജസ്റ്റ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇന്ന് നമുക്ക് അതുതന്നെയാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു എന്താ പറയുക മോഡലിങ്ങിലുള്ള കോമ്പോണൻസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോണത്. നമ്മൾ ഓൾറെഡി ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടെ നമ്മൾ ഇന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഡയഗ്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് നമ്മുടെ ഡയഗ്രത്തിന്റെ 3 കോമ്പോണൻസ് ഏതൊക്കെയാണ്: എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ്. ഈ 3 തന്നെയാണ് ഒരു ഡയഗ്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിസിക്കൽ വേൾഡിൽ എക്സിസ്റ്റൻസ് ഉള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുക. അതിന്റെ ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ഒന്നിലധികം എൻറ്റിറ്റീസ് തമ്മിലുള്ള ബന്ധത്തെയാണ്, റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. 3 നൊട്ടേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു. എൻറ്റിറ്റിനെ നമ്മൾ റെക്ടാങ്കുലർ പ്രോക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ എലിപ്സ് ഷേപ്പിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. റിലേഷൻഷിപ്പിനെ നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഡയഗ്രാം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. ഇവരിവിടെ പറയുന്ന എക്സാമ്പിൾ ഒരു യൂണിവേഴ്സിറ്റി ഡാറ്റാബേസിന്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള എൻറ്റിറ്റീസ് എന്തൊക്കെയായിരിക്കും? അവിടെ സ്റ്റുഡൻറ് ഒരു എൻറ്റിറ്റി ആയിരിക്കും, കോഴ്സ് ഒരു എൻറ്റിറ്റി ആയിരിക്കും, ലെക്ചേഴ്സ് ഒരു എൻറ്റിറ്റി ആയിരിക്കും, അല്ലേ? ഇനിയിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒരു എൻറ്റിറ്റി ആയിരിക്കും. അതൊക്കെ എന്തായിരിക്കും? എൻറ്റിറ്റീസ് ആയിരിക്കും, അല്ലേ? ദെൻ അതിൽ നിന്നും ഒരു എൻറ്റിറ്റി നമ്മൾ എടുക്കുകയാണ്, ലൈക്ക് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയായിരിക്കും? റോൾ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെന്റ് ID, ഇതൊക്കെ എന്തായിരിക്കും? സ്റ്റുഡൻറ് എന്ന് പറയുന്ന എൻറ്റിറ്റീൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും, അല്ലേ? അതേപോലെ തന്നെ റിലേഷൻഷിപ്പോ, ഒരു സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ലെക്ചറിങ്, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ബന്ധം, അല്ലേ? അപ്പോൾ അതാണ് അവിടെ വരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഒത്തിരി എൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും. ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെയാണ് എൻറ്റിറ്റീസ്. അതേപോലെ തന്നെ ആ എൻറ്റിറ്റീസിന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റുഡൻറ് എന്ന് പറയുന്ന എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ID, അവരുടെ റോൾ നമ്പർ, നെയിം, ഇതൊക്കെ ആയിരിക്കും. ഇത് കൂടാതെ പിന്നെ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും ട്ടോ. ഇപ്പോൾ ഇവരുടെ എക്സാമ്പിളിൽ 3 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഇനി നമുക്കത് കുറച്ചും കൂടി നല്ലൊരു ഡയഗ്രാം ആക്കി അവർ കാണിച്ചു തരികയാണ്. വേറൊരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, ഒബ്ജക്റ്റ് ആവാം, ഈവന്റ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആവാം. അതൊക്കെ എന്താവാം? ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിന് നമുക്കറിയാം, എൻറ്റിറ്റിനെ നമ്മൾ റെക്ടാങ്കിളിൻ്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു എൻറ്റിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവർ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കാറ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്, അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഓരോ എൻറ്റിറ്റീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, അല്ലേ? ഇനി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എലിപ്സ് ഷേപ്പിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലാണ് നമ്മൾ ആട്രിബ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് ആൻ എൻറ്റിറ്റി, അല്ലെ? എൻറ്റിറ്റിന്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കളർ ഓഫ് കാർ എൻറ്റിറ്റിന്റെ ആട്രിബ്യൂട്ട് ഏതാണ്? കളർ എന്ന് പറയുന്നതാണ്. കേട്ടോ, ഇവിടെ നേരത്തെ നമ്മൾ കാറാണ് കൊടുക്കുന്നത്. കാറിന് ഇപ്പോൾ കളർ ബ്ലൂ ആക്കിയപ്പോൾ എന്താണ്? അത് അതിന്റെ ആട്രിബ്യൂട്ട് ആണ്. അതേപോലെ തന്നെ നെയിം ഓഫ് സ്റ്റുഡന്റ് എൻറ്റിറ്റി, നെയിം നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് നെയിമിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ ഈ പയ്യൻക്ക് ജാക്ക് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ജാക്ക് എന്താണ്? ഒരു ആട്രിബ്യൂട്ട് ആണ്. അടുത്തത് റിലേഷൻഷിപ്പ് ആണ്, വിച്ച് മീൻസ് അസോസിയേഷൻ ബിറ്റ്വീൻ 1 or more entity types. ഒന്നിലധികം എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ അതിൽ തമ്മിലുള്ള ബന്ധമാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഡയമണ്ട് സിമ്പിളിട്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലൂ കാർ ഈ കുട്ടിയുടേതാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബ്ലൂ കാർ ബിലോങ്സ് ടു സ്റ്റുഡൻറ് ജാക്ക് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ആണ് ബ്ലൂ എന്ന് പറയുന്ന ഈ ബ്ലൂ കളറിലുള്ള ഈ ഒരു കാർ എന്ന് പറയുന്നത്. അതായത് അവർ തമ്മിലുള്ള ബന്ധമാണ്, ആ കാറും ആ കുട്ടിയും തമ്മിലുള്ള ബന്ധമാണ്. അത് നമുക്ക് റിലേഷൻഷിപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡയമണ്ട് സിമ്പിൾ ഇട്ടിട്ടാണ് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യം കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ അവർ കുറച്ചും കൂടെ കളർഫുൾ ആക്കി കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അടുത്തത് എൻറ്റിറ്റി എന്താണ്? What is an entity? An entity is a place, person, object, event or concept. നമ്മൾ പറഞ്ഞു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും ആവാം. ഒരു ഫിസിക്കൽ വേൾഡിൽ നമ്മൾ കാണുന്ന ലോകത്ത് നിലനിൽക്കുന്ന ഒരു വസ്തു ആയാൽ മാത്രം മതി. അതിനൊക്കെ നമുക്ക് എൻറ്റിറ്റി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഇനി എൻറ്റിറ്റി ഒറ്റയ്ക്ക് ഒരിക്കലും നിലനിൽക്കില്ല. എൻറ്റിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ആട്രിബ്യൂട്ട്സ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എൻറ്റിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സാമ്പിൾസ്, അല്ലേ? പേഴ്സൺ ആണെങ്കിൽ എംപ്ലോയി, സ്റ്റുഡൻറ്, പേഷ്യൻറ്റ്, ഫാർമർ അല്ലെങ്കിൽ ഡ്രൈവർ, ഇവരൊക്കെ എന്താണ്? എൻറ്റിറ്റീസ് ആണ്. പ്ലേസ് പറയുകയാണെങ്കിൽ സ്റ്റോർ, ബിൽഡിങ്,
അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ തിരൂർ എടുക്കുകയാണെങ്കിൽ അതിന് ഏത് ഡിസ്ട്രിക്റ്റ് ആണ് ഉണ്ടായിരിക്കും, അതിനൊരു കോഡ് ഉണ്ടായിരിക്കും, അതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കാർ, ഇതൊക്കെ നമുക്ക് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സെയിൽസ്, രജിസ്ട്രേഷൻ, റിന്യൂവൽ, അതൊക്കെ എന്താണ് നമുക്ക് എൻറ്റിറ്റീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അക്കൗണ്ട്, കോഴ്സ് അല്ലേ, കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ കോഴ്സിന് ഏതിൻ്റെ അണ്ടറിലുള്ള കോഴ്സാണ്, ഏത് കഴിഞ്ഞ കുട്ടികൾക്കാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾ ഓഫ് എൻറ്റിറ്റി. ഇനി എന്താണ് എൻറ്റിറ്റി സെറ്റ്? ഒരിക്കലും മാറിപ്പോവരുത്. എൻറ്റിറ്റി സെറ്റും എൻറ്റിറ്റിയും എന്താണ്? എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് എൻറ്റിറ്റീസ്, ഒരേപോലെയുള്ള എൻറ്റിറ്റീസിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കോളേജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അതിൽ ഒരു ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ടേബിളിലായിരിക്കും നിങ്ങൾ എല്ലാ ഡാറ്റാസും പോയി സ്റ്റോർ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഒരേ സിമിലർ കൈൻഡ് ഓഫ് എൻറ്റിറ്റീസ് ആണ് അല്ലേ. ഒരു സ്റ്റുഡൻറ്റ് അവനൊരു എൻറ്റിറ്റിയാണ്, അടുത്ത സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ്, അടുത്ത സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഉള്ള പ്രോപ്പർട്ടീസ് എന്താണ്? സെയിം തന്നെയാണ്. റോൾ നമ്പർ, ക്ലാസ്, കോഴ്സ് ഒക്കെ സെയിം ആണ് അല്ലേ. അപ്പോൾ അതേപോലെ സിമിലർ കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് എൻറ്റിറ്റീസ്, ഒരേപോലെയുള്ള ഒരുപാട് എൻറ്റിറ്റീസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞു ഡയമണ്ട് സിമ്പിളിലാണ് റെപ്രസെന്റ് ചെയ്യുക. ദർ ഈസ് നത്തിങ് എമംഗ് എന്താണ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്, ഒന്നിലധികം എൻറ്റിറ്റീസ് തമ്മിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടോം വർക്ക്സ് ഇൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു അതിനെ നമുക്ക് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരുപാടെണ്ണുണ്ട്. യു ആർ അറ്റൻഡിങ് ഇറ്റ്സ് ലൈക്ക്, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലെക്ചറിങ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു എന്താണ് ഒരു റിലേഷൻഷിപ്പാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു എന്നുള്ളത് ഞാനും ബാങ്കും തമ്മിലൊരു ബന്ധമാണ്. അതേപോലെ തന്നെ അങ്ങനെ ഞാനൊരു കാറ് വാങ്ങിക്കുന്നു, ആ കാർ എൻ്റെതാണെന്നുണ്ടെങ്കിൽ അത് ഞാനും ആ കാറും തമ്മിലുള്ള ബന്ധമാണ്. ഞാനും മറ്റൊരാളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്, അസോസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേഷൻഷിപ്പ് ഇട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് തലയിലുള്ള ആളുകൾ എന്തായിരിക്കും? രണ്ട് എൻറ്റിറ്റീസ് ആയിരിക്കും. ഓക്കെ. അടുത്തത് വീക്ക് എൻറ്റിറ്റി എന്താണെന്നാണ് പറയുന്നത്. വീക്ക് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞു, എൻറ്റിറ്റി സെറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ് വരും എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ആട്രിബ്യൂട്ട്സിൽ ഞാൻ പറഞ്ഞിരുന്നു മസ്റ്റായിട്ട് ഒരു കീ ആട്രിബ്യൂട്ട് വേണം. കീ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ആട്രിബ്യൂട്ട് വെച്ച് അത് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. യുണീക്ക് ഐഡന്റിഫയർ ആണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എടുത്തു, ഒരു എൻറ്റിറ്റി എടുത്തു. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നെയിം, അഡ്രസ്സ്, പ്ലേസ്, ആ കുട്ടി പഠിക്കുന്ന ക്ലാസ്, കോഴ്സ്, ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഈ രജിസ്റ്റർ നമ്പർ മാത്രം ഞാൻ കീ ആട്രിബ്യൂട്ട് ആയിട്ട് എടുക്കുകയാണ്. കാരണം ബാക്കി ഒരു ആട്രിബ്യൂട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ആ രജിസ്റ്റർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടീനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. ഒരു യുണീക്ക് ഐഡന്റിഫയർ ആണ് അവിടെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ. അതെന്താണ് അപ്പോൾ നമ്മൾ അതിനെ കീ ആട്രിബ്യൂട്ട് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ കീ ആട്രിബ്യൂട്ട് വരുന്ന എൻറ്റിറ്റീസിനെ നമുക്ക് എന്ത് പറയാം? സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയാം. അപ്പോൾ നോർമലി നമ്മൾ പറയുന്ന എൻറ്റിറ്റീസ് ഒക്കെ എന്താണ്? സ്ട്രോങ് എൻറ്റിറ്റീസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു അതിലൊക്കെ കീ ആട്രിബ്യൂട്ട്സ് വരുന്നതൊക്കെ നമുക്ക് സ്ട്രോങ് എൻറ്റിറ്റി അല്ലെങ്കിൽ നോർമൽ എൻറ്റിറ്റി എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും വീക്ക് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? അതിൽ എന്തുണ്ടായിരിക്കില്ല? ഒരു കീ ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കില്ല. മനസ്സിലായില്ല? ഒരു യുണീക്ക് ആയിട്ട് ഒരു ഐഡന്റിഫയർ ഉണ്ടായിരിക്കില്ല, പക്ഷെ ഒരു പാർഷ്യൽ കീ ഉണ്ടായിരിക്കും. പാർഷ്യൽ എന്ന് വെച്ചാൽ പകുതി നമുക്ക് എടുക്കാൻ പറ്റും. ഒരു സ്ട്രോങ് ആട്രിബ്യൂട്ട് എന്ന് നമുക്ക് ഒരിക്കലും അതിനെ പറയാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ ഡോട്ട് ലൈൻസ് ആണ്. കീ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് ലൈൻ, ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് എങ്കിൽ അത് കീ ആട്രിബ്യൂട്ട് ആണ്. ഡോട്ട് ലൈൻ ആണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു പാർഷ്യൽ കീ ആണ്. ഒരിക്കലും അത് കീ ആട്രിബ്യൂട്ട് അല്ല, ഒരു പാർഷ്യൽ കീ ആണ്. അപ്പോൾ ആ പാർഷ്യൽ കീ വരുന്നത് ഏതിലായിരിക്കും? ഒരു വീക്ക് എൻറ്റിറ്റിയിലായിരിക്കും. അപ്പോൾ വീക്ക് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടായിരിക്കില്ല? ഒരു കീ ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കില്ല, പകരം ഒരു പാർഷ്യൽ കീ ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ എൻറ്റിറ്റിനെ നമുക്ക് വീക്ക് എൻറ്റിറ്റി എന്ന് പറയാം. ഓക്കെ. അപ്പോൾ വീക്ക് എൻറ്റിറ്റി ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം, കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇവിടെ നോക്കൂ, സാധാരണ നമ്മൾ എൻറ്റിറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഒരൊറ്റ റെക്റ്റാങ്കിൾ ആണല്ലേ. പക്ഷെ ഇവിടെ ഡബിൾ റെക്റ്റാങ്കിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു നോർമൽ എൻറ്റിറ്റി അല്ല, അതൊരു വീക്ക് എൻറ്റിറ്റി ആണ്. അപ്പോൾ വീക്ക് എൻറ്റിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ വേറൊരു റെക്റ്റാങ്കിൾ കൂടെ, വിച്ച് മീൻസ് അത് ഒരു വീക്ക് എൻറ്റിറ്റീൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ദെൻ അതിൻ്റെ തൊട്ട് മുകളിൽ വീക്ക് എൻറ്റിറ്റി ആകുമ്പോൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ? ഒരു പാർഷ്യൽ ആട്രിബ്യൂട്ട്, പാർഷ്യൽ കീ ഉണ്ടാവും എന്ന് പറഞ്ഞു. കണ്ടോ? ആ ഒരു ആട്രിബ്യൂട്ടിൻ്റെ താഴെ എന്തുണ്ട്? ലൈൻ വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് അതൊരു പാർഷ്യൽ കീ ആണ്. പിന്നെ ബാക്കി നോർമൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ, സാധാ ഓവൽ ഷേപ്പിലുള്ളത്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കാം, ഒരു ലൈന് പകരം 2 ലൈൻ ഇട്ടിട്ടാണ് റിലേഷനിലോട്ട് കൊടുത്തിട്ടുള്ളത്. ആ റിലേഷൻ എന്ത് മാത്രമാണ്?
നോർമൽ ഡയമണ്ട് സിമ്പിൾ ആണോ? അല്ല, ഡബിൾ ഡയമണ്ട്സ്, 2 ഡയമണ്ട് ഉണ്ട് അല്ലേ, വിച്ച് മീൻസ് അതൊരു വീക്ക് റിലേഷൻഷിപ്പ് ആണ്. വീക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ, ഇതിന്റെ വീണ്ടും ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ട്രോങ് എൻറ്റിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. സ്ട്രോങ് എൻറ്റിറ്റിനെയും വീക്ക് എൻറ്റിറ്റിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ വീക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയും. നമ്മൾ നോർമലി ഒരു ഡയമണ്ട് സിമ്പിൾ ഇട്ടിട്ടല്ലേ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വിച്ച് മീൻസ് അതിന്റെ 2 സൈഡിലും സ്ട്രോങ് എൻറ്റിറ്റീസ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു സൈഡിൽ വീക്ക് എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ഡബിൾ ഡയമണ്ട് സിമ്പിൾ ഇട്ടിട്ടാണ്, വിച്ച് മീൻസ് അതൊരു വീക്ക് റിലേഷൻഷിപ്പ് ആണ്. അതിന്റെ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. ഈ ഡബിൾ ലൈൻ എന്ന് വെച്ചാൽ ഈ അപ്പുറത്തെ എൻറ്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ എന്താ പറയാ, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു വീക്ക് എൻറ്റിറ്റി ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തുള്ള എൻറ്റിറ്റിനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡൻസ് ആണ്. ആ ഒരു എൻറ്റിറ്റി ഇല്ലെങ്കിൽ ഇതിന് എക്സിസ്റ്റൻസ് ഇല്ല. ഈ വീക്ക് എൻറ്റിറ്റിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല, ആ ഒരു സ്ട്രോങ് എൻറ്റിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇത് അതിനെ ടോട്ടലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് ഈ ഡബിൾ ലൈൻ ഉപയോഗിക്കുന്നത്, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു വീക്ക് എൻറ്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് അപ്പുറം സൈഡിൽ നിൽക്കുന്ന സ്ട്രോങ് എൻറ്റിറ്റിനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്ക് എൻറ്റിറ്റിക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഡബിൾ ലൈൻ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡബിൾ ലൈനിന്റെ മീനിങ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്നാണ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ഇതൊക്കെ വെച്ച് നോക്കി നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് 2 എൻറ്റിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. അതിലൊന്ന് സ്ട്രോങ്ങും ഒന്ന് വീക്കും ആണെന്ന് മനസ്സിലായി. ആ നൊട്ടേഷൻ കണ്ടിട്ടില്ലേ? ഡോഗ് ഓണർ എന്ന് പറയുന്നത് സ്ട്രോങ് എൻറ്റിറ്റി ആണ്, ഡോഗ് എന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റി ആണ്. ഡോഗ് ഓണർ ഒരു സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയാൻ കാരണം അതിന് എന്തുണ്ട്, കീ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള അവരുടെ നെയിം അണ്ടർലൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് അതൊരു കീ ആട്രിബ്യൂട്ട് ആണ്. അതേപോലെ തന്നെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്ട്രോങ് എൻറ്റിറ്റി ആണെന്ന് മനസ്സിലായി. ഇനി നമുക്കറിയാം സ്ട്രോങ് എൻറ്റിറ്റിനെയും വീക്ക് എൻറ്റിറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്, വീക്ക് റിലേഷൻ ആണ്. സോ നമ്മളത് ഡയമണ്ട് സിമ്പിളിൽ ഡബിൾ ഡയമണ്ട് റെപ്രസെന്റേഷൻ കൊടുത്തു. അതിന്റെ ബ്രാക്കറ്റിൽ റിലേഷൻഷിപ്പ് നമ്മൾ എഴുതി കൊടുക്കണം, ഓൺസ്, വിച്ച് മീൻസ് ഈ ഡോഗ് ഓണറുതാണ് ഈ ഡോഗ്. ഓക്കെ, അതാണ് ഓൺസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തും എഴുതാം, ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതലാണ് കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഡബിൾ ലൈൻ ഇട്ട് കൊടുത്തു. ഈ ഡോഗിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ, ഈ ഡോഗ് ഓണർ ഇല്ലാതെ? ഇല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡോഗ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡോഗ് ഓണറെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഡബിൾ ലൈൻ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്നാണ് മീനിങ്. ദെൻ ഇതൊരു വീക്ക് എൻറ്റിറ്റി ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? അതൊരു ഡബിൾ ലൈൻ ഇട്ട് കൊടുത്തതുകൊണ്ട് മാത്രമല്ല, ഒരു ആട്രിബ്യൂട്ട് എന്തുണ്ട്, പാർഷ്യൽ കീ ഉണ്ട് അല്ലേ. അവിടെ പാർഷ്യൽ കീ ഡോഗിന്റെ നെയിമാണ്. ഡോഗിന്റെ നെയിം വെച്ചിട്ട് ഒന്നുകിൽ നമുക്ക് ആ ഡോഗിനെ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് കരുതി നമുക്ക് അതൊരിക്കലും സ്ട്രോങ് ആട്രിബ്യൂട്ട് ആണ് പറയാനും കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ് കേട്ടോ. കൂടാതെ അതിന്റെ റേസിംഗ് സ്പീഡും അതിന്റെ സെക്സും കാര്യങ്ങളൊക്കെ അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീക്ക് എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീക്ക് എൻറ്റിറ്റിനെ നമ്മൾ ER ഡയഗ്രത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു സ്ട്രോങ് എൻറ്റിറ്റി കൊടുക്കാൻ മറക്കരുത്. തമ്മിൽ റിലേഷൻഷിപ്പ് എന്തായിട്ട് കൊടുക്കാൻ മറക്കരുത്, ഡബിൾ ഡയമണ്ട് ഷേപ്പിൽ കൊടുക്കാൻ മറക്കരുത്. വീക്ക് എൻറ്റിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൊടുക്കാൻ മറക്കരുത്, ഒരു പാർഷ്യൽ കീ കൊടുക്കാനും മറക്കരുത്. വേറൊരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓഫീസർ ആണ് ഒരു എൻറ്റിറ്റി. അതേപോലെ തന്നെ വീക്ക് എൻറ്റിറ്റി ഇവിടെ പേയ്മെന്റ് ആണ്. ഈ ഓഫീസറും പേയ്മെന്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ലോൺ പേയ്മെന്റ് ആണ്. വീക്ക് റിലേഷൻഷിപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. പേയ്മെന്റിൽ നമ്മളൊരു ഒരു പാർഷ്യൽ കീ കൊടുത്തിട്ടുണ്ട്, പേയ്മെന്റ് നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡേറ്റ് നോർമൽ ആട്രിബ്യൂട്ട് ആണ്. ഓഫീസറിൽ ഒരു കീ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, ലോൺ നമ്പർ. ആ ലോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലേ ആള്. അതേപോലെ തന്നെ അവരെടുത്തിട്ടുള്ള ലോൺ എമൗണ്ട്. ദെൻ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഓഫീസറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് അവിടെ ഡബിൾ ലൈൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള എക്സാമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാം. ഈ റൂൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്തത് നമുക്ക് ഡിഫറൻസസ് നോക്കാം. സ്ട്രോങ് എൻറ്റിറ്റിയും വീക്ക് എൻറ്റിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിലൊരു പ്രൈമറി കീ ഉണ്ടായിരിക്കും. പക്ഷേ വീക്ക് എൻറ്റിറ്റി ആകുമ്പോൾ അതിലെന്തുണ്ടായിരിക്കില്ല, പ്രൈമറി കീ ഉണ്ടായിരിക്കില്ല. അത് തന്നെയാണ് ഫസ്റ്റത്തെ ഡിഫറൻസ്. രണ്ടാമത്തത് സിംഗിൾ റെക്റ്റാങ്കിൾ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റിക്ക് കൊടുക്കുന്നതെങ്കിൽ ഡബിൾ റെക്റ്റാങ്കിൾ സിമ്പിൾ ആണ് നമ്മൾ വീക്ക് എൻറ്റിറ്റിക്ക് കൊടുക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. മൂന്നാമത്തത് നമ്മൾ പ്രൈമറി കീനെ നമ്മൾ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ ഇട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ വീക്ക് എൻറ്റിറ്റിയിലുള്ള പ്രൈമറി കീനെ അല്ലെങ്കിൽ ആ പാർഷ്യൽ കീനെ നമ്മൾ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഡാഷ്ഡ് ലൈൻസ് ഇട്ടിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ്. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് സ്ട്രോങ് എൻറ്റിറ്റി ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ ഡയമണ്ട് ഷേപ്പ് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ വീക്ക് എൻറ്റിറ്റി നമ്മൾ റിലേഷൻഷിപ്പ് കാണിക്കണമെങ്കിൽ ഡബിൾ ഡയമണ്ട് സിമ്പിൾ, അതായത് വീക്ക് റിലേഷൻഷിപ്പ് തന്നെ കാണിക്കണം. അതേപോലെ തന്നെ സ്ട്രോങ്ങും എൻറ്റിറ്റീസ് ആണെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ സിംഗിൾ ലൈൻ കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു സ്ട്രോങ്ങും വീക്കും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ ഡബിൾ ലൈൻ ഇട്ടിട്ടാണ് അവർ തമ്മിലുള്ള ആ ഒരു ഫ്ലോ ലൈൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഡയഗ്രത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ജസ്റ്റ് ടേബിൾ ആക്കി പറഞ്ഞു. ഇതാണ് ഡിഫറൻസസ്.
അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ് ആട്രിബ്യൂട്ട്സ് എന്നാണ്. ഞാൻ പറഞ്ഞു എൻറ്റിറ്റീൻ്റെ ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലെക്ചർ, ഞാനിപ്പോൾ എടുക്കുന്ന ലെക്ചറും വീഡിയോ ഒരു എൻറ്റിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കും? ഞാനിത് എടുക്കുന്ന ടൈം, ഡേറ്റ്, എത്ര മിനിറ്റ് ഉണ്ട് ഡ്യൂറേഷൻ, അതേപോലെ തന്നെ ഞാനിത് എടുക്കുന്ന സ്ഥലം, ഇതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരാം. ആട്രിബ്യൂട്ട്സ് നമ്മൾ എലിപ്സ് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ നോക്കും, ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റീൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് സ്റ്റുഡൻറ് ID, ഏജ്, നെയിം, അഡ്രസ്സ്. ഇതിൽ ഏതാണ് കീ ആട്രിബ്യൂട്ട്സ്? സ്റ്റുഡൻറ് ID. കാരണം എങ്ങനെ മനസ്സിലായി? നമ്മൾ അതിൻ്റെ ഓവൽ ഷേപ്പിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്തതുകൊണ്ട് മനസ്സിലായി അതൊരു കീ ആട്രിബ്യൂട്ട് ആണ്. ബാക്കിയൊക്കെ നോർമൽ ആട്രിബ്യൂട്ട്സ് ആണ്. അടുത്തത് ഒരു വീക്ക് എൻറ്റിറ്റി എടുത്തിട്ട് അതിൽ ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ്. എമൗണ്ട്, ടൈപ്പ്, ട്രാൻസാക്ഷൻ നമ്പർ ആണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന വീക്ക് എൻറ്റിറ്റീൻ്റെ ആട്രിബ്യൂട്ട്സ്. ഇതിൽ ട്രാൻസാക്ഷൻ നമ്പർ എന്ത് ആട്രിബ്യൂട്ട് ആണ്? പാർഷ്യൽ കീ ആയതുകൊണ്ട് ഡോട്ട് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ നോർമലി ഇതെല്ലാം എന്ത് തന്നെയാണ്? അതിൻ്റെ ആട്രിബ്യൂട്ട്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഡയഗ്രത്തിലോട്ട് ഇറങ്ങി. അതായത് നമ്മൾ നൊട്ടേഷൻസ് പറഞ്ഞു, വീക്ക് ആൻഡ് സ്ട്രോങ് എൻറ്റിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, വീക്ക് ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പ്രൈമറി കീ, പാർഷ്യൽ കീ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ നന്നായിട്ട് കണ്ടിട്ട് ലെക്ചറിങ് എഴുതിയെടുക്കുക കേട്ടോ. താങ്ക് യു.